ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. നമ്മൾ 14-ാമത്തെ ശ്ലോകം വരെ കണ്ടു. 14-ാം ശ്ലോകത്തിലെ ഭഗവതിനെ കുറിച്ച് പറഞ്ഞത് സൂര്യചന്ദ്ര അഗ്നികൾ ഭഗവതി പാതാരവിന്ദോദ്ഭൂതങ്ങളായ അനന്തകോടി മയൂഖങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്പം ചില കിരണങ്ങളെ സമ്പാദിച്ച് ഭഗവതി പ്രസാദത്താൽ സിദ്ധിച്ചതായ ജഗത് പ്രകാശന സാമർഥ്യത്താൽ ലോകങ്ങളെ പ്രകാശിപ്പിക്കുന്നു എന്നാണ് കണ്ടത്. 15-ാമത്തെ ശ്ലോകം ചൊല്ലാം. അടുത്ത ശ്ലോകത്തിലെ സാരസ്വത പ്രയോഗത്തെയാണ് കാണിക്കുന്നത്. സരസ്വതി ദേവിയുടെ ഗുണങ്ങളെപ്പറ്റിയും സരസ്വതി ദേവി ആരാണ് എങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത്. ശരജ്യോത്സ്നാ ശുദ്ധാം ശശിയുത ജടാജൂഢമകുടാം വരത്രാസത്രാണ സ്ഫടികഗുഡികാ പുസ്തകകരാം സകൃന്നത്വാനത്വാ കഥമിവ സദാം സന്നിധദതേ മധുക്ഷീരദ്രാക്ഷാം മധുരിമധുരീണാ ഭണിതയഃ. പദച്ഛേദം ചെയ്യാം. ശരജ്യോത്സ്നാ ശുദ്ധാം ശശിയുത ജടാജൂഢമകുടാം വരത്രാസത്രാണസ്ഫടിക ഗുഡികാ പുസ്തകകരാം സകൃന്നത്വാ ന ത്വാ കഥമിവ സദാം സന്നിധദധേ മധുക്ഷീരദ്രാക്ഷാ മധുരിമധുരീണാ ഭണിതയഃ. പദാർത്ഥം പറയാം. ശരജ്യോത്സ്നാ ശുദ്ധാം, ശരത്കാല ചന്ദ്രൻ്റെ ചന്ദ്രിക പോലെ വെളുത്ത നിറത്തോടു കൂടിയവളാണ് ഭഗവതി സരസ്വതി ദേവി. ശശിയുത ജടാജൂഢ മകുട, ചന്ദ്രക്കലയാൽ അലങ്കരിക്കപ്പെടുന്ന മകുടത്തോടു കൂടിയതും വരത്രാണ സ്ഫടിക ഗുഡിക പുസ്തക കരാം, അതായത് വരമുദ്ര, അഭയമുദ്ര, സ്ഫടിക ജപമാല, പുസ്തകം, ഇവ 4 തൃക്കൈകളിൽ ധരിച്ചിരിക്കുന്ന സരസ്വതി ദേവി. അങ്ങനെയുള്ള നിന്തിരുവടിയെ ഭഗവതിയെ സകൃത് ഒരിക്കൽ നത്വ നമസ്കരിച്ചിട്ട് സദാ സജ്ജനങ്ങൾക്ക് മധുക്ഷീരദ്രാക്ഷ മധുരിമധുരീണാം, അതായത് മധു, തേൻ, ക്ഷീരം, പാല്, ദ്രാക്ഷ, മുന്തിരിപ്പഴം ഇവയുടെ മാധുര്യ ഭാരത്തെ വഹിക്കുന്നവയായ ഭണിതയ വാക്കുകൾ കഥമിവ എങ്ങനെ ന, അവിടെ വിരോധം പറയാണ് ആദ്യം. പക്ഷേ ന സന്നിധദതേ, സാന്നിധ്യത്തെ പ്രാപിക്കുന്നില്ല. അത് അർത്ഥം പ്രാപിക്കുക തന്നെ ചെയ്യുമെന്ന് താല്പര്യം. അപ്പോൾ ദേവിയെ ഭജിച്ചാൽ, സരസ്വതി ദേവിയെ ഭജിച്ചാൽ മധുരമുള്ള വാക്ക് നമുക്ക് ദേവി പ്രദാനം ചെയ്യും എന്ന് പറയുന്നത്. 4 കൈ എങ്ങനെയുള്ള സരസ്വതി ദേവിയാണ് നമ്മൾ ഫോട്ടത്തിലൊക്കെ കണ്ടിരിക്കും. 4 കൈകളിൽ വരമുദ്ര, അഭയമുദ്ര, സ്ഫടിക ജപമാല, പുസ്തകം ഇത്യാദികളാണ് 4 കൈകളിൽ ധരിച്ചിരിക്കുന്നത്. കേൾക്കുമ്പോൾ എങ്ങനെയാണത് നമുക്ക് നല്ല വാക്കുകളെ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞത്? കേൾക്കുമ്പോൾ സുഖമുണ്ടാക്കുന്നതും മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാക്കുന്നതും നന്നായി പാടുന്നവർ, നന്നായി കേൾക്കുന്നവർ, കവിത്വത്തിൻ്റെ ലക്ഷണം ഇതൊക്കെയാണ്. അങ്ങനെയുള്ള കവിത്വത്തെ ദേവി പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത്. വാഗ്ദേവതാഭാവം നമ്മൾക്ക് ലഭിക്കും. സാരം പറയാം. അല്ലയോ ഭഗവതി, ശരത്കാലത്തുള്ള പൂർണ്ണചന്ദ്രൻ്റെ ചന്ദ്രിക പോലെ ശുഭ്രവർണ്ണയായും വെള്ള നിറത്തോടു കൂടിയ ചന്ദ്രക്കലയാൽ അലങ്കരിക്കപ്പെട്ട ജടാമകുടത്തോടു കൂടിയവളായും വരമുദ്ര, അഭയമുദ്ര, സ്ഫടികാക്ഷമാല, പുസ്തകം ഇവയെ 4 തൃക്കൈകളിൽ ധരിച്ചിരിക്കുന്നവളായും ഇരിക്കുന്ന നിന്തിരുവടിയെ ഒരിക്കൽ നമസ്കരിച്ചിട്ടുള്ള സജ്ജനങ്ങൾക്ക്
തേൻ, പാല്, മുന്തിരിങ്ങപ്പഴം എന്നിവയുടെ അതിമാധുര്യത്തെ വഹിക്കുന്നവയായ വാക്കുകൾ എങ്ങനെ സാന്നിധ്യം ചെയ്യാതിരിക്കും? നിശ്ചയമായും സാന്നിധ്യം ചെയ്യുമെന്ന് സാരം. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ലഭിക്കും ഭഗവതിയുടെ പ്രസാദം ഉണ്ടായാൽ എന്ന്, വാക്ചാതുര്യം ഉണ്ടാവുമെന്ന് സാരം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേൻ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.